നെക്സ്റ്റ് മൊഡ്യൂൾ 2 ഫസ്റ്റ് 2 പാർട്ട് നമുക്ക് അസൈൻമെൻ്റ് ആണ്. എയർ പൊല്യൂഷനും വാട്ടർ പൊല്യൂഷനും ഉള്ള അസൈൻമെൻ്റ് ആണ്. അത് നിങ്ങൾ ചെയ്യുക. അതുപോലെ ഞാൻ ക്വസ്റ്റ്യൻ ഇതിലിടാം. ദെൻ നെക്സ്റ്റ് സോളിഡ് വേസ്റ്റ്. അപ്പോൾ അതായത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റിലുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ സോളിഡ് വേസ്റ്റിൽ വരുന്ന പാർട്ടാണ്. ഓക്കെ, ഇപ്പോൾ സോളിഡ് വേസ്റ്റ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ, അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ് സോളിഡ് വേസ്റ്റ്. അത് എവിടെ കൊണ്ട് കളയും എന്നുള്ളൊരു പ്രശ്നത്തിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്, അല്ലേ? അപ്പോൾ അതിനുണ്ടാകുന്ന സോഴ്സസ് റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ, ഇൻസ്റ്റിറ്റ്യൂഷൻ, മുനിസിപ്പൽ സർവീസ്, അങ്ങനെ കുറേ ഇൻഡസ്ട്രിയൽ, അഗ്രികൾച്ചർ, ഒരുപാട് സോഴ്സസ് ഉണ്ട്. അത് എങ്ങനെയൊക്കെ, അതുപോലെ ഈ വേസ്റ്റ് എന്ന് പറയുന്നത് സോളിഡ് വേസ്റ്റിനെ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഗാർബേജ്, റബ്ബിഷ്, ഇ വേസ്റ്റ്, ബയോമെഡിക്കൽ വേസ്റ്റ്, അല്ലേ? ഓക്കെ, ഇതൊന്നും നിങ്ങളെ പാർട്ടിലേക്ക് അതൊന്നും വരുന്നില്ല. ഞാൻ ജസ്റ്റ് അതിൻ്റെ പാർട്ടായതുകൊണ്ട് ജസ്റ്റ് പറയുന്നു എന്നേ ഉള്ളൂ. ഇമ്പാക്റ്റ് ഓഫ് സോളിഡ് വേസ്റ്റ് എൻവയോൺമെൻറ്റിൽ, ലാൻഡിൽ, പിന്നെന്താണ് എയറിൽ, അല്ലേ, വാട്ടറിൽ, ഇങ്ങനെ കുറേ പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ വേസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇത് വരുന്നത് സീറോ വേസ്റ്റ് കൺസെപ്റ്റ്. ഇതാണ് ഇനി നിങ്ങൾക്ക് അതിൽ പഠിക്കാൻ വരുന്നത്. ഈ സീറോ വേസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് സോളിഡ് വേസ്റ്റിൻ്റെ ഭാഗമാണ്. അപ്പം എന്താണ് ഈ സീറോ വേസ്റ്റ്? ഇറ്റ് ഈസ് ദ ഫിലോസഫി ആൻഡ് ഡിസൈൻ പ്രിൻസിപ്പിൾ ഫോർ ദ 21st century. It encourages the design of resource of life cycle so that all products are reused. That is, no trash is sent to landfills and incinerators. അപ്പോൾ പേര് കേട്ടാൽ നമ്മൾ വിചാരിക്കും സീറോ വേസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒട്ടും വേസ്റ്റ് ഇല്ലാത്ത, വേസ്റ്റ് സീറോ ആക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണെന്ന്. അങ്ങനെയല്ല, അങ്ങനെ ഒരിക്കലും നമുക്ക് പറ്റില്ല. പക്ഷേ മാക്സിമം റെഡ്യൂസ് ചെയ്യാം, വേസ്റ്റിൻ്റെ എമൗണ്ട് മാക്സിമം റെഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. എന്നിട്ട് സാധനങ്ങൾ റീയൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ത്രാഷ് കുറയും, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് വേസ്റ്റ് ഉണ്ടെങ്കിലും നമ്മൾ ലാൻഡ് ഫില്ലിലേക്കോ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കത്തിക്കാൻ ഉപയോഗിക്കും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് സീറോ വേസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ദ കൺസെപ്റ്റ് ഓഫ് സീറോ വേസ്റ്റ് ഇൻക്ലൂഡ് 100% റീയൂസ് ആൻഡ് റീസൈക്ലിംഗ് റേറ്റ് കപ്പിൾഡ് വിത്ത് റിക്കവറി ഓഫ് ഓൾ റിസോഴ്സസ് ഫ്രം വേസ്റ്റ് മെറ്റീരിയൽസ്. മാക്സിമം റെഡ്യൂസ് ചെയ്യുക, അതായത് വേസ്റ്റ് ഉണ്ടാക്കുന്നത് മാക്സിമം റെഡ്യൂസ് ചെയ്യുക. എങ്ങനെ? റീയൂസ് ചെയ്തുകൊണ്ട്, അതുപോലെ റീസൈക്കിൾ ചെയ്തുകൊണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, റിസോഴ്സസിനെ റീപ്രൊഡ്യൂസ് ചെയ്യുക. നമ്മൾ ഉപയോഗിച്ച സാധനങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യുക, ഇപ്പോൾ പ്ലാസ്റ്റിക്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാൻ രണ്ടാമത് റീസൈക്കിൾ ചെയ്ത് വരാറുണ്ട്, അല്ലേ? അപ്പോൾ എന്താണ്, വീണ്ടും റിസോഴ്സിനെ വീണ്ടും ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. വേസ്റ്റ് മെറ്റീരിയൽസിൽ നിന്ന് റിസോഴ്സിൻ്റെ റിക്കവറിയാണ്. ഓക്കെ, അതൊക്കെയാണ് നമ്മുടെ സീറോ വേസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് വേസ്റ്റിംഗ് റിസോഴ്സസ് ഈസ് ഇൻഎഫിഷ്യൻറ്റ് ആൻഡ് ദാറ്റ് വി ഷുഡ് വർക്ക് ടു യൂസ് അവർ നാച്ചുറൽ റിസോഴ്സസ് എഫിഷ്യൻ്റ്ലി. ഓക്കെ, ദെൻ ഇറ്റ് സീക്സ് ടു മാക്സിമൈസ് റീസൈക്ലിംഗ്. എന്തിനൊക്കെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്? മാക്സിമൈസ് റീസൈക്ലിംഗ്, മിനിമൈസ് വേസ്റ്റ്, റെഡ്യൂസ് കൺസപ്ഷൻ, എൻഷുർ ദ products can be reused, repaired or recycled back to nature. നോക്കി നിങ്ങൾ മാക്സിമൈസ് റീസൈക്ലിംഗ്, മിനിമൈസ് വേസ്റ്റ്, റെഡ്യൂസ് കൺസപ്ഷൻ, അതുപോലെ എൻഷുർ പ്രൊഡക്ട്സ് ക്യാൻ ബി റീയൂസ്ഡ് അല്ലെങ്കിൽ റിപ്പയർഡ് ഓർ റീസൈക്കിൾഡ് ബാക്ക് ടു നേച്ചർ. ഇനി എന്താണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ? ടേക്കിംഗ് നേച്ചർ ആസ് എ മോഡൽ, ലിവിങ് ഓർഗാനിസംസ് കൺസ്യൂം റിസോഴ്സസ് ആൻഡ് പ്രൊഡ്യൂസ് വേസ്റ്റ്. What is waste for one species is food for the another. So, within an ecosystem, virtually all waste are continually recycled, requiring only additional source of energy. ഇതൊക്കെ നമുക്ക് അറിയുന്ന എന്താണ്, ഇക്കോ ബാലൻസ് ചെയ്യുന്ന സൈക്കിള്, അല്ലേ? ഇതൊക്കെ നമുക്കറിയാം. അതായത് ഒന്നിൻ്റെ വേസ്റ്റ് എന്ന് പറയുന്നത് വേറൊന്നിൻ്റെ ഫുഡാണ്. അതിങ്ങനെ ഒരു സൈക്കിളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിലൊന്നും കോട്ടം വരുത്താതിരിക്കുക എന്നുള്ളത് നമ്മൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. Okay. Then zero waste is a unifying concept for a range of measures aimed at mimicking nature's successful strategies to make our industrial systems work. എന്താണ് ഇത് എയിം ചെയ്തിരിക്കുന്നത്? മിമിക്കിംഗ് നേച്ചേഴ്സ് സക്സസ്ഫുൾ സ്ട്രാറ്റജീസ് ടു മേക്ക് അവർ ഇൻഡസ്ട്രിയൽ സിസ്റ്റംസ് വർക്ക്. ക്ലിയർ ആണല്ലോ, അല്ലേ? In past, waste was considered a natural byproduct, but now waste should be considered as a resource.
ഇന്ന് ഇപ്പോൾ എന്താണ് പ്ലാസ്റ്റിക് എന്നൊക്കെ ഫ്യൂവൽസൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അതിനൊക്കെയുള്ള പുതിയ പ്രൊജക്റ്റുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എന്താണ് മുമ്പൊക്കെ നമുക്കൊരു വേസ്റ്റ് ആയിട്ടായിരുന്നു കണ്ടിരുന്നത്, അതൊക്കെ ഇപ്പോൾ എന്താണ് റിസോഴ്സായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. Okay, we must improve upon recycling and pollution prevention strategies by providing a visionary endpoint that leads us to take larger and more innovative steps. The technologies towards zero waste concept. എന്തൊക്കെ ടെക്നോളജീസ് ആണുള്ളത്? വേസ്റ്റ് ടു എനർജി ടെക്നോളജി അറിയാം നമുക്ക്. Able to convert energy content of different types of waste into various forms of valuable energy. This technology can address two sets of environmental issues at one stroke. എന്താണ്? ഒന്ന്, നമ്മൾ വേസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങോട്ടെങ്കിലും വലിച്ചെറിയും. ലാൻഡ് യൂസ് ആൻഡ് പൊല്യൂഷൻ ഫ്രം ലാൻഡ് ഫിൽസ് ആൻഡ് ഓൾസോ ദ വെൽ നോൺ എൻവയോൺമെൻറ്റൽ പ്രോബ്ലം ഓഫ് ഫോസിൽ ഫ്യൂവൽസ്. അല്ലേ? ഇപ്പം നമ്മൾ എന്താണ് ഒരു വേസ്റ്റിൽ നിന്ന് ഫ്യൂവൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഫോസിൽ ഫ്യൂവലിൻ്റെ ഒരു പ്രശ്നം നമുക്കുണ്ട്. അതിങ്ങനെ റിന്യൂവബിൾ അല്ല, കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ആ ഒരു പ്രശ്നത്തിനുള്ള ഒരു സൊല്യൂഷനും ആവും, അതുപോലെ വേസ്റ്റ് പൊല്യൂഷനുള്ള ഒരു സൊല്യൂഷനും ആവും. ഓക്കെ, ദെൻ ദ വേസ്റ്റ് ഫ്രം വൺ ഇൻഡസ്ട്രി കുഡ് ബി എ വാല്യുബിൾ റിസോഴ്സ് ഫ്രം അനദർ ഇൻഡസ്ട്രി. ആണല്ലോ, ക്ലോത്ത് റാക്സ് ഫ്രം ദ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആർ ബോട്ട് ആൻഡ് യൂസ്ഡ് ബൈ പേപ്പർ ആൻഡ് അതർ ഇൻഡസ്ട്രീസ്. ഒരു ഇൻഡസ്ട്രിയിലുള്ള വേസ്റ്റ് വേറെ ഒരു ഇൻഡസ്ട്രിയിലുള്ള മെറ്റീരിയലാണ്. ഓക്കെ, റോ മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നു. ബാഗേജ്, എ വേസ്റ്റ് പ്രൊഡക്റ്റ് ഓഫ് ഷുഗർ ഇൻഡസ്ട്രി ഈസ് യൂസ്ഡ് ഇൻ പൾപ്പ് ആൻഡ് വാട്ടർ ഇൻഡസ്ട്രി. ദ ലെഫ്റ്റ് ഓവർ മെറ്റീരിയൽ ആഫ്റ്റർ ദ എക്സ്ട്രാക്ഷൻ ഓഫ് ഓയിൽ ഫ്രം സീഡ്സ് ഈസ് യൂസ്ഡ് ആസ് കാറ്റിൽ ഫീഡ്. Thus, waste does not remain a waste anymore, it becomes a useful resource. Implementing zero waste will eliminate all discharges to land, water or air that are a threat to planetary, human, animals or plant health. Okay, waste management hierarchy. അതായത് വേസ്റ്റ് നമുക്ക് എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യാം എന്നുള്ളത് ഒരു ഹൈറാർക്കിയൽ റെപ്രസെൻറ്റേഷനാണ് കാണിച്ചിരിക്കുന്നത്. 3Rs എന്നാണ് പറയുന്നത്. 3R കൺസെപ്റ്റ് എന്നാണ് നമ്മൾ പറയാറ്. 3R എന്ന് പറയുന്നത് ശരിക്കും റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ ആണ്. പക്ഷേ നൗ എ ഡേയ്സ് അതൊന്നും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇമ്പ്രൂവ് ചെയ്തിട്ട് ശരിക്കും 5Rs ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ 3Rs എന്ന് പറയുന്നത് ഒന്ന് റെഡ്യൂസ് ചെയ്യുക, മാക്സിമം റെഡ്യൂസ് ചെയ്യുക, അതുപോലെ റീയൂസ് ചെയ്യുക, ഉപയോഗിച്ച സാധനങ്ങൾ തന്നെ റീയൂസ് ചെയ്യുക, അതുപോലെ റീസൈക്ലിങ്. ഓക്കെ, അതേസമയം ഇതിപ്പോൾ 5 എണ്ണമായിട്ട് 5Rs എന്ന് പറയാറുണ്ട്. അപ്പം നമുക്ക് റെഡ്യൂസ് ചെയ്യാം, പ്രിവെൻറ്റ് ചെയ്യാം, മിനിമൈസ് ചെയ്യാം, യൂസേജ് കുറക്കാം, അതുപോലെ ഉപയോഗിച്ച സാധനങ്ങൾ റീയൂസ് ചെയ്യാം, മാക്സിമം കുറയ്ക്കുക, ദെൻ റീസൈക്കിൾ ചെയ്യുക, ഉപയോഗിച്ച സാധനങ്ങൾ റീസൈക്കിൾ ചെയ്യുക, അല്ലെങ്കിൽ റിക്കവർ ചെയ്യുക, ദെൻ അതും അല്ലെങ്കിലാണ് നമ്മൾ ഡിസ്പോസലിലേക്ക് പോകുന്നത്. അല്ലേ? ഒരു നിവൃത്തി ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾ ഡിസ്പോസൽ ചെയ്യുന്നത്. അപ്പം ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ജനറൽ വൈഡ്ലി അഡോപ്റ്റഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് കൺസെപ്റ്റ് ആണ് എന്താണ് 3R കൺസെപ്റ്റ്. ഓക്കെ, ദ എയിം ഓഫ് ദ വേസ്റ്റ് ഹൈറാർക്കി ഈസ് ടു എക്സ്ട്രാക്ട് ദ മാക്സിമം പ്രാക്ടിക്കൽ ബെനിഫിറ്റ് ഫ്രം പ്രൊഡക്ട്സ് ആൻഡ് ടു ജനറേറ്റ് ദ മിനിമം എമൗണ്ട് ഓഫ് വേസ്റ്റ്. അത് നമുക്കറിയാം, മാക്സിമം പ്രൊഡക്റ്റ് ഫ്രം മിനിമം വേസ്റ്റ്, അതാണ് നമ്മുടെ കൺസെപ്റ്റ്. അപ്പോൾ ഇനി 3R കൺസെപ്റ്റിലേക്ക് കുറച്ചും കൂടെ ഡീപ്പായിട്ട് പോവുകയാണ്. 3R കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. എന്തായാലും റെഡ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഉപയോഗം കുറയ്ക്കുക. കൺസിഡർ ദ ബേസ് എൻവയോൺമെൻറ്റൽ അവെയർനെസ് ആൻഡ് എ വേ ഓഫ് പ്രൊമോട്ടിംഗ് ഇക്കോളജിക്കൽ ബാലൻസ് ത്രൂ കോൺഷ്യസ് ബിഹേവിയർ ആൻഡ് ചോയ്സസ്. ദീസ് സ്ട്രാറ്റജീസ് പ്രിവെൻറ്റ്സ് റെഡ്യൂസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ്, റെഡ്യൂസ് റിലീസ് ഓഫ് പൊളൂട്ടൻസ്, കൺസേർവ് റിസോഴ്സസ്, സേവ് എനർജി. അതാണ് റെഡ്യൂസിൻ്റെ ഇതിൻ്റെ മൊത്തത്തിൽ റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്നുള്ളതിൻ്റെ മൊത്തത്തിലുള്ള ഒരു കൺസെപ്റ്റ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത്. റെഡ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ വേസ്റ്റ് ഈസ് ഇൻഎവിറ്റബിൾ ഇൻ എനി സൊസൈറ്റി, ബട്ട് വി മസ്റ്റ് മിനിമൈസ് ദ ജനറേഷൻ ഓഫ് വേസ്റ്റ് അറ്റ് ദി സോഴ്സ് ബൈ യൂസിങ് മിനിമൽ റിസോഴ്സസ്. ഡു നോട്ട് യൂസ് വാട്ട് യു ഡു നോട്ട് നീഡ്. വേണ്ടാത്ത സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. The goal of every society should be to reach a low waste and no waste society. Reduce the generation of unnecessary waste. Carry your own shopping bag while going to market. ഇതൊക്കെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. വീണ്ടും ഷോപ്പിൽ നിന്ന് കവർ വാങ്ങുന്നതിന് പകരം എന്ത് ചെയ്യുക, നമ്മളെ കയ്യിലുള്ളത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് തന്നെ യൂസ് ചെയ്യാം.
അപ്പോൾ റെഡ്യൂസ്, പുതിയത് വാങ്ങുന്നത് റെഡ്യൂസ് ചെയ്യാം. അതുപോലെ റീയൂസ് എലമെൻറ്റ്സ് ഓഫ് ദി ഡിസ്കാർഡഡ് ഐറ്റംസ് അഗെയിൻ. സോഫ്റ്റ് ഡ്രിങ്ക് ക്യാൻസ് കവർ വിത്ത് എ പേപ്പർ, പെൻസിൽ സ്റ്റാൻഡ്, വേസസ്. Shopping bags made of jute can be used again and again. The waste from one industry could be a valuable resource for the another industry. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, ബാഗേജ്, എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. അതുപോലെ കിച്ചൺ വേസ്റ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എൻ ഓർഗാനിക് ഫെർട്ടിലൈസർ അല്ലേ. അപ്പോൾ എന്താണ്, അതൊക്കെ നമ്മൾ റീയൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ റീസൈക്കിൾ. Here, generated waste or discarded waste that cannot be used again in its original form can be sent back to the industry to be broken down and used as a resource to be made into the new product of the same type of different type. Recycling occurs in 3 phases. Waste is sorted and recyclable are collected. Recyclables are used to create raw materials. These raw materials are used in the production of products. നിങ്ങൾ ജസ്റ്റ് പ്ലാസ്റ്റിക്കിൻ്റെ കാര്യം ആലോചിച്ചാൽ മതി. പ്ലാസ്റ്റിക്കിലൊക്കെ എന്താണ്, ഓരോ നമ്പറിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ. അതിൻ്റെ അടിയിൽ നല്ല ഏത് പ്ലാസ്റ്റിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഏത് മെറ്റീരിയലാണെന്നുള്ളത് നമുക്ക് ക്ലിയർ ഉണ്ടാവാനായിട്ട് എന്ത് ചെയ്യാറുണ്ട്, അതിൻ്റെ നമ്പർ കൊടുക്കാറുണ്ട് താഴെ. അപ്പോൾ പോളിസ്റ്റൈറീൻ, പോളിപ്രോപ്പിലീൻ, അങ്ങനെ പോളിയെത്തിലീൻ, അങ്ങനെ ഓരോന്നിൻ്റെയും PE അല്ലെങ്കിൽ 1 2 3 4 5 എന്ന് പറഞ്ഞ നമ്പർ ഉണ്ടെങ്കിൽ പോളിപ്രോപ്പിലീൻ, അങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഇത് എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇത് റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സെയിം സാധനങ്ങൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ, യൂസ് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരേ ടൈമിൽ ഒരേ പ്രൊഡക്റ്റ് ഒരുമിച്ച് റീസൈക്കിൾ ചെയ്തിട്ട് എന്ത് ചെയ്യാം, പുതിയ പ്രൊഡക്റ്റാക്കി മാറ്റാം. ഓക്കെ, അപ്പോൾ അതാണ് റെഡ്യൂസ് വേസ്റ്റ് ആസ് മച്ച് ആസ് പോസിബിൾ, റീയൂസ് പ്രൊഡക്ട്സ് ആസ് മെനി ആസ് പോസിബിൾ, റീസൈക്കിൾ റിസോഴ്സസ് ടു ദ ഗ്രേറ്റസ്റ്റ് പോസിബിൾ എക്സ്റ്റെൻസ്. ഇത്രയാണ് നമ്മുടെ 3R കൺസെപ്റ്റ് ഓഫ് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്.